സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ മൂലാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ മനോഹരമായ ഒരു സ്ഥലം എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മളൊക്കെ പറയില്ലേ, ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്ന് നമുക്ക് പറയാം എന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ ഉഷ്ണതരംഗമുള്ള കാലത്ത് വളരെ സ്വർഗീയമായ ജീവിതാനുഭവമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാടിൻ്റെ ഞരമ്പ് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കനാൽ വെള്ളമാണ്. അതിൻ്റെ അക്കരയിലും ഇക്കരയിലും ധാരാളം കുട്ടികളുണ്ട്. ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. നമ്മൾ എത്തിയതോടുകൂടി ഒരുപാട് ആളുകൾ മൂലാടുള്ള ഈ വാഗമരച്ചോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ചില ആളുകൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടു, അത് നാട്ടുകാരല്ല. ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്തും സംഘവും ഇവിടെ എത്തി ഈ ദൃശ്യങ്ങൾ പകർത്തിയതിനെ തുടർന്നാണ് ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഇടമായി തീർന്നത്. മനോഹരമായ വാഗമരം, ആ വാഗമരത്തിന്റെ ചുവട്ടിൽ മനോഹരമായി ഒഴുകുന്ന ശുദ്ധജലം, തെളിനീരുറവ എന്ന് നമുക്ക് പറയാവുന്നത് പോലെ കനാൽ വെള്ളം ഒഴുകുന്നു. ആ കനാൽ വെള്ളത്തിൽ ഈ ചൂടത്തെടുത്ത് ചാടാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആരെങ്കിലും. അശ്വതി, നമസ്കാരം. നമസ്കാരം. എവിടെയാ അശ്വതിയുടെ വീട്? കൊയിലാണ്ടി. കൊയിലാണ്ടിയിലുള്ള അശ്വതി എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ. വൈബാണ്. സച്ചിൻ അല്ലേ? ഓക്കെ, എംഎൽഎയുടെ പേരാണ്, ഈ നാട്ടിലെ എംഎൽഎയുടെ പേരാണല്ലോ നിങ്ങൾ? അപ്പോ എവിടെയാ സ്വദേശം? സ്വദേശം കൊയിലാണ്ടിയാണ്. ആണല്ലേ? നിങ്ങൾ എല്ലാവരും കൊയിലാണ്ടിക്കാരാ? കൊയിലാണ്ടി, കാപ്പാട്, തിരുവൂര്. ആണോ? ഞാൻ പിടിച്ച് തള്ളിയിട്ടേ എന്നതേക്ക്. ഓക്കെ, ഇത് പക്ഷേ അനുകരണീയമായ ഒരു മാതൃകയല്ല. പ്രത്യേകിച്ച് ധാരാളം ചെറുപ്പക്കാർ നീന്തൽ അറിയാത്തവര് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും നീന്തൽ അറിയോ? ആ വിശ്വാസത്തിലാണ്. പിടിച്ചോണം കേട്ടോ. പക്ഷെ ആഴമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ചാടി റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, നോക്കൂ, വാഗമരച്ചോട്ട് ചാടിയല്ലേ? റെഡി, അടിപൊളി. നോക്കൂ, ഈ ഉഷ്ണതരംഗമൊക്കെ ഈ കനാൽ വെള്ളത്തിന്റെ തണുപ്പിൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നു. ഈ നാട്ടുകാർ മാത്രമല്ല, മറ്റ് പുറത്തു നിന്നുള്ള ആളുകളും ഈ സ്ഥലത്തേക്ക് എത്തുന്നു. നമ്മൾ നേരത്തെ കണ്ട മൂലാട് ബ്രദേഴ്സ് ക്ലബിലെ വോളിബോൾ താരങ്ങളുണ്ടല്ലോ, കുട്ടികൾ. ആ കുട്ടികളടക്കം അവിടെ ട്രെയിനിങ് കഴിഞ്ഞാൽ അവരിവിടെ വന്നാണ് പരിശീലിക്കാൻ വരുന്നത്. അവരിവിടെ നമുക്കൊപ്പമുണ്ട്. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് ശേഷം നമുക്ക് ഈ കാഴ്ചകളിലേക്കൊക്കെ വരാം. നിങ്ങൾക്ക് ഈ ദൃശ്യം കാണാം. നോക്കൂ, മനോഹരമായ വാഗമരം അല്ലേ? ആ വാഗമരത്തിന്റെ അടിയിലൂടെ ഒഴുകുന്ന കനാൽ വെള്ളം. ഇവിടെ കുളിക്കാറുണ്ടോ? കുളിക്കാറുണ്ട്. അപ്പൊ കുളിക്കാൻ വന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൂടൊന്ന് കുളിച്ചാലോ എന്ന് തോന്നും. കനാലിൽ ഇറങ്ങി വാർത്ത അവതരിപ്പിച്ചിട്ടില്ല ഇന്നേവരെ. ഇന്ന് മിക്കവാറും അത് നടക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ ഒരു വലിയ സന്തോഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ചൂട് കാലത്ത് ഇത്തരം സ്ഥലങ്ങൾ, തെളിനീരുറവകളിൽ പോവുക. പക്ഷെ അപ്പോഴും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീന്തലറിയാത്ത ആളുകൾ, കുട്ടികൾ, അവർ ആഴമേറിയ സ്ഥലങ്ങളിലോ കയങ്ങളുള്ള സ്ഥലങ്ങളിലോ ഇത്തരം കനാലുകളിലോ പോയി നീന്താൻ നിൽക്കരുത്. അങ്ങനെ നീന്താൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ മുതിർന്നവരുടെ പിന്തുണയോടുകൂടി മാത്രം, അവരുടെ സാന്നിധ്യത്തിൽ മാത്രം പോവുക. തുടർച്ചയായിട്ട് മുങ്ങിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വേനലവധിക്കാലത്ത്. അതുകൊണ്ട് പ്രത്യേകം ജാഗ്രത വേണം. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് നീന്തൽ അറിയാവുന്ന കുട്ടികളാണ്. മാത്രമല്ല, അവർ വർഷങ്ങളായി ഈ കനാലിൽ ഇറങ്ങിക്കുളിക്കുന്ന കുട്ടികളുമാണ്. അതുകൊണ്ട് ആ കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഏതെങ്കിലും തരത്തിൽ ആഴമുള്ള കയങ്ങളിലോ കനാലുകളിലോ നീന്താനുള്ള പ്രേരണയായി തീരുകയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കുട്ടികളുണ്ട്, ബോയ്സ്, ഗേൾസ്, റെഡിയല്ലേ? അവിടെയുള്ള വോളിബോൾ പരിശീലനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുകയാണ്. നമ്മൾ ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവർ 1 2 3 പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചാടും. അപ്പോൾ റെഡിയായി നിൽക്കുക. ഞാൻ 1 2 3 പറയാം. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചാടുന്നു. റൈറ്റ്? ഓക്കെ. അപ്പോൾ പ്രേക്ഷകരെ, നിങ്ങളും തയ്യാറായിക്കോളൂ. കാപ്പിക്കപ്പൊക്കെ മാറ്റിവെക്കൂ. ഈ കനാലിൽ വന്ന് നിങ്ങളൊന്ന് കുളിച്ച് നീന്തിയിട്ട് പോകൂ. ജീവിതത്തിൽ ഇതൊക്കെ അല്ലാതെ മറ്റെന്താണ് ആസ്വദിക്കാനുള്ളത്? അപ്പോൾ റെഡി, 1 2 3. ഈ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ ചൂട് കാലത്ത് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന കാഴ്ച. നോക്കൂ, എത്ര സന്തോഷമായിട്ടാണ് കുട്ടികൾ വളരെ അർമാദിക്കുക എന്ന് പറയുന്നത്. ഇതാണ് ഈ കുട്ടികളുടെ കാലത്ത്, നമ്മളുടെ ബാല്യകാലത്തൊക്കെയുള്ള മനോഹരമായ കാഴ്ചകളിലൊന്നാണ്. നല്ല തണുത്ത വെള്ളം, ശുദ്ധമായ ജലം. ഈ കനാലിൻ്റെ കരയിൽ താമസിക്കുന്ന മനുഷ്യരൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ്. പക്ഷെ അപ്പോഴും ചില ആളുകളെങ്കിലും ഇവിടെ അടുത്തിടെ ചില അനാരോഗ്യകരമായ പ്രവണതകൾ ഉണ്ടെന്ന് കൂടി ചൂണ്ടിക്കാട്ടുന്നു. രാത്രികാലങ്ങളിൽ പുറത്തുനിന്ന് എത്തുന്ന പലരും ഇവിടെ മറ്റു ചില ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പോലീസിൻ്റെ ശ്രദ്ധ അവിടെ ഉണ്ടാവണം. മനോഹരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾ ഇവിടേക്ക് വന്നിട്ടില്ലെങ്കിൽ മൂലാടേക്ക് വരിക. മൂലാടുള്ള ഈ കനാലിൻ്റെ തീരത്ത് വരിക. രാവിലെ വന്ന് കുളിച്ചിട്ട് പോകുക. ഇവിടെ നിയന്ത്രണങ്ങളൊന്നും ഇല്ലല്ലോ. ആർക്കും ഇവിടെ വന്ന് കുളിക്കാമല്ലോ. ആർക്കും കുളിക്കാം അല്ലേ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്ന നാട്ടുകാരും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ വരിക, നിങ്ങൾ വന്ന് കുളിച്ചിട്ടൊക്കെ പോവുക, സന്തോഷിച്ചു പോവുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റായി. വാവേ, കുളിച്ചണോ? കുളിക്കണോ? അയ്യോ, കുളിക്കണം എന്ന് പറയുന്നു വാവ. വാവ എടുത്ത് വെള്ളത്തിലോട്ട് ഇടട്ടെ? വേണ്ട കേട്ടോ, വാവ പേടിച്ചിരിക്കുക. പക്ഷെ വാവ എല്ലാവരും കൂടെ എടുത്ത് ചാടി കണ്ടപ്പോൾ വാവയ്ക്ക് എടുത്ത് ചാടണം തോന്നുന്നു. ഓക്കെ, കുളിക്കലുണ്ട്.